ഇൻസ്റ്റയിലുള്ള ഒരു പോസ്റ്റിൻ്റെ സ്ക്രീൻഷോട്ട് ഇന്നലെ എനിക്കൊരാൾ അയച്ചു തന്നു. പോസ്റ്റ് ഇങ്ങനെയാണ്: ഒന്നിച്ചില്ലെങ്കിൽ എന്താ, ഒരുമിച്ചൊരു പ്രണയകാലം ആസ്വദിച്ചില്ലേ എന്ന്. അതിലെൻ്റെ ലൈക്കും ഉണ്ട്. അപ്പോൾ മൂപ്പർ ഇങ്ങനെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് അയച്ചു തന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഇങ്ങനത്തെ പോസ്റ്റിനൊന്നും ലൈക്ക് ഇടാൻ പാടില്ല. പല എഴുത്തുകാരും പ്രണയത്തെക്കുറിച്ച് എഴുതാറില്ലേ? ആ എഴുത്ത് നമ്മൾ സ്കൂളിൽ പോലും പഠിക്കാറില്ലേ? പ്രണയത്തിൽ ഏറ്റവും കൂടുതൽ ഈ പോസ്റ്റർ പോലെ ഒന്നിക്കാൻ പറ്റാത്ത പ്രണയമാണല്ലോ ഹിറ്റായത്. അപ്പോൾ ഇന്ന് നിൻ്റെ മൊയ്തീനെ കാഞ്ചനക്ക് സ്വന്തമാക്കാൻ പറ്റാത്തത് കൊണ്ടാണല്ലോ ആ സിനിമ ഇത്രയും ഹിറ്റായതും അവരുടെ കഥ സിനിമയാക്കി എടുത്തതൊക്കെ. പേർഷ്യയിലുള്ള ലൈല മജ്നു കഥ നമ്മൾ മലയാളികൾ അടക്കം കേൾക്കുന്നുണ്ട്, അവരെക്കുറിച്ചുള്ള പാട്ടുകൾ ആസ്വദിക്കുന്നുണ്ട്, കണ്ണ് നിറയുന്നുണ്ടെങ്കിൽ അത് സ്വന്തമാക്കാൻ പറ്റാത്ത പ്രണയമായതുകൊണ്ടല്ലേ. പല സിനിമകളും പ്രണയത്തെക്കുറിച്ചല്ലേ. അത് വയസ്സായ ആൾക്കാർ പോലും പോയി കാണുന്നില്ലേ. പ്രത്യേകിച്ച് ഇങ്ങനെ വിരഹം, അതായത് സ്വന്തമാക്കാൻ പറ്റാത്ത പ്രണയത്തിൻ്റെ കോട്ടുകൾ നല്ല രസമുള്ള കോട്ടുകളായിട്ട് തോന്നും. റൂമിയുടെ ഒരുപാട് നല്ല കോട്ടുകളുണ്ട്. റൂമി ഈ കോട്ടുകളൊക്കെ എഴുതുമ്പോൾ നല്ല വയസ്സായിരുന്നു, പക്ഷെ മൂപ്പർ പ്രണയത്തെക്കുറിച്ച് മനോഹരമായിട്ട് എഴുതിയില്ലേ. വൈക്കം മുഹമ്മദ് ബഷീർ ബാല്യകാലസഖി വായിച്ചിട്ടുണ്ട്. മാധവിക്കുട്ടി, കമലാ സുരയ്യ പ്രണയത്തെക്കുറിച്ച് ഒരുപാട് എഴുത്തുകൾ എഴുതിയിട്ടുണ്ട്. അതിലധികവും അത്യാവശ്യം ഏജ് ആയതിനു ശേഷം എഴുതിയത്. പ്രണയം ആസ്വദിക്കാനോ അല്ലെങ്കിൽ പ്രണയത്തെക്കുറിച്ച് പറയാനോ ഏജ് ഒരു മാറ്ററല്ല. പ്രണയത്തിൻ്റെ ഒരു തിളക്കം, അല്ലെങ്കിൽ കേൾവിക്കാർക്ക്, വായിക്കുന്നവർക്ക് ഏറ്റവും കൂടുതൽ പ്രണയത്തെ എൻജോയ് ചെയ്യാൻ പറ്റുക, സ്വന്തമാക്കാൻ പറ്റാത്ത പ്രണയത്തെക്കുറിച്ചുള്ള കഥയായിരിക്കണം. ഈ ഒന്നിക്കാൻ പറ്റാത്ത പ്രണയത്തിൻ്റെ കോട്ടുകളൊക്കെ കാണുമ്പോൾ എന്നോട് ലൈക്ക് ഇട്ട് പോകും. കാരണം അതിന് പ്രത്യേക ഒരു വൈബാണ്. പ്രണയിച്ച് നടക്കുമ്പോഴുള്ള വൈബായിരിക്കില്ല സ്വന്തമാക്കി കഴിഞ്ഞാൽ എന്നുള്ള റിയാലിറ്റി മനസ്സിലാക്കി കഴിഞ്ഞാൽ രണ്ടുപേർക്കും ഒന്നിച്ച് സമാധാനത്തിൽ ജീവിക്കാം. കാരണം പ്രണയത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. ആസക്തി മാത്രമാണെങ്കിൽ പ്രണയം മരിച്ചു പോകും, അവരെ നമ്മൾ സ്വന്തമാക്കി കഴിഞ്ഞാൽ. എന്നാൽ ആ വ്യക്തി എത്രത്തോളം നമ്മളെ ഹൃദയത്തിൽ ആഴത്തിൽ ഇറങ്ങിയിട്ടുണ്ട്, അവരെ നമ്മൾ സ്വന്തമാക്കിയാലും പ്രണയം നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. നമ്മൾ ഒരുപാട് സ്വപ്നം കണ്ടിട്ട് ഒരു വീടെടുത്ത് വീട്ടിൽ കൂടുമ്പോഴൊക്കെ ഭയങ്കര രസമായിരിക്കും, ഭയങ്കര വൈബായിരിക്കും. പക്ഷേ ആ വീട്ടിൽ ഒരു 6 മാസം താമസിച്ച് കഴിഞ്ഞാൽ നമ്മൾ എത്രത്തോളം ആഴത്തിൽ ആ വീടിനെ സ്വപ്നം കണ്ട് നടന്നോ അത്രയും ആഴത്തിലുള്ള സന്തോഷം കൺസിസ്റ്റൻ്റ് ആയിട്ട് വീടെടുത്തതിന് ശേഷം നമ്മളെ ഉള്ളിലുണ്ടോ? അതുപോലെ തന്നെ ചില പ്രണയങ്ങൾ എല്ലാവരും അല്ല കേട്ടാ, ആഴത്തിലിറങ്ങിയ പ്രണയമായിരിക്കും, പക്ഷേ സ്വന്തമാക്കി കഴിഞ്ഞാൽ രണ്ടുപേരും ചില യാഥാർത്ഥ്യങ്ങൾ ഫേസ് ചെയ്യുമ്പം അവരുടെ സ്വഭാവത്തിന് ഒന്ന് കടുപ്പിക്കേണ്ടി വരും. കുറച്ച് ഗൗരവത്തിലൊക്കെ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ പെണ്ണ് വിചാരിക്കും, പടച്ചോൻ ഇവനെയാണല്ലോ ഞാൻ പ്രണയിച്ചു പോയത്. അതുപോലെ ആണ് വിചാരിക്കും, പടച്ചോൻ ഇവൾക്ക് വേണ്ടി ഞാൻ എന്തൊക്കെ ചാലഞ്ച് എടുത്തിട്ടുണ്ട് എന്നല്ല. കാരണം ജീവിതത്തിൻ്റെ റിയാലിറ്റിയിൽ ചിലപ്പം പല കാര്യങ്ങളും നമ്മളെ മാറ്റങ്ങളുണ്ടാവും. പ്രണയിക്കുന്ന സമയം പോലെയല്ല സ്വന്തമാക്കി കഴിഞ്ഞാൽ. പ്രണയിക്കുന്നവർക്ക് ദേഷ്യം പിടിക്കില്ലെങ്കിൽ ഒരു കാര്യം പറയാം, പ്രണയത്തിൻ്റെ മനോഹാരിത നിലനിൽക്കണമെങ്കിൽ പ്രണയിക്കുന്നവർ ഒന്നിക്കാതിരിക്കുന്നതാണ് നല്ലത്. ഇൻസ്റ്റയിലുള്ള ഒരു പോസ്റ്റിൻ്റെ